കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അപകട ഭീഷണിയിൽ. നിലം പതിക്കാറായ കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന കോർപ്പറേഷന് നിരവധി തവണ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് സ്കൂൾ PTA പ്രസിഡന്റ് പറഞ്ഞു. നിർമ്മിച്ച സ്കൂൾ കെട്ടിടമാണിത്. മഴക്കാലമായതോടെ കെട്ടിടത്തിൽ വിള്ളലും ചോർച്ചയും അനുഭവപ്പെട്ടു. ഇതോടെ ക്ലാസ് മുറി മറ്റൊരിടത്തേക്ക് മാറ്റുകയായിരുന്നു. അപകട ഭീഷണി ഉയർത്തുന്ന ഈ കെട്ടിടം ഉടൻ പൊളിച്ചു നീക്കണമെന്ന് അധ്യാപകർ നിരവധി തവണ കോർപ്പറേഷനിൽ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. ഈ കുട്ടികൾ അങ്ങോട്ട് ഇന്റർവെൽ ടൈമിൽ അങ്ങോട്ട് ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ടീച്ചേഴ്സ് ആയാലും ആരായാലും നോക്കാൻ ഒരു പരിധിയുണ്ടല്ലോ. ഒരു നമ്മളോട് പോകണ്ടെന്ന് പറഞ്ഞാൽ കുട്ടികളൊരു അവസ്ഥ അങ്ങ് ചെറിയ മക്കളതിനോട് അങ്ങോട്ട് പോയാൽ എന്താണെന്നുള്ളൊരു ഇത് വരില്ല. നമ്മൾ പറയുമ്പോൾ അവർക്ക് ഒന്നുകൂടി ഒരു ഇതാണല്ലോ, എന്താ പോയി നോക്കാന്നുള്ളത്. ഒന്നെങ്കിൽ അത് പൊളിക്കുക, അല്ലെങ്കിൽ അത് പുതുക്കി പണിയുക. കോർപ്പറേഷനാണ് ഇത് ചെയ്യേണ്ടത്. കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് അതിൻ്റെ ഒരു തീരുമാനം ഒന്നും വരാത്തൊരു പ്രയാസമുണ്ട്. എന്താണെന്നുള്ളത് അറിയില്ല. വിദ്യാർത്ഥികൾ നടന്നു പോകുന്നതും മഴ വന്നാൽ രക്ഷക്കായി ഓടിക്കയറുന്നതും ഈ കെട്ടിടത്തിലേക്കായിരിക്കും. ഈ ഹെറിറ്റേജ് ബ്ലോക്കിൽ ലഹരി വിരുദ്ധ മാഫിയകൾ തീർച്ചയായും ഉണ്ട്. എന്താ വെച്ചാൽ അത് ആ പുറത്തൂടെയുള്ള ആ ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് വഴിയാണ് ഒരു ചാടി വരുന്നത്. ഈ ലഹരി കുപ്പികൾ, ആ ഇഞ്ചക്ഷൻ, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഒന്നാണ് ഞങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾ ഡെയിലി ഇവിടെ വരലുണ്ട്. സ്കൂളിന് വേണ്ടി രാവിലെ വന്നാൽ ഒരു 3 മണി 4 മണി പോവാൻ. കോർപ്പറേഷന്റെ അധികാരപരിധിയിലുള്ള ഈ സ്കൂൾ കെട്ടിടം പൊളിച്ചു മാറ്റണമെന്നാണ് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ആവശ്യം. അതേസമയം ഹെറിറ്റേജ് കെട്ടിടമായതിനാൽ വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് നേരിട്ട് പരിഹാരം കാണാൻ കഴിയാത്ത സ്ഥിതിയാണെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.